കണ്ണനാണ്. അതെ, ആ ഇവിടെ വെച്ചോ. ഞാൻ പോണട്ടാ. ആ കണ്ണാ നീ പോയില്ലടാ. ഞാൻ പോയില്ല പാപ്പ, ഒരു കാര്യം നോക്കാൻ നിന്നാ. അതാ കണ്ണ. ഒരു അത്യാവശ്യ കാര്യത്തിന് ഇവനെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ കൊടുക്കൂല, ഏതൊരു ഗെയിം കളിയാണ്.
എന്തൊരു കഷ്ടമാണ്. അവിടെ പൊട്ടൻ നിന്നെ എത്ര തവണ ഞാൻ വിളിച്ചടാ? ഒരു 5-6 തവണയെങ്കിലും വിളിച്ചിട്ടുണ്ട്. ഫോൺ വിളിച്ചാലും എടുക്കൂല. ഏതുവരും ഗെയിം കളി തന്നെ. ഇന്നാണ് നിന്റെ അച്ഛൻ പറയുണ്ടായിരുന്നു ഏതുവരും ഗെയിം കളിയാണ്, നേരെ ചൊവ്വേ പണിക്ക് പോകില്ലെന്ന്. ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ്. ഞാൻ പോണിങ്ങളോട്ടെ ഷോട്ട് ഇട്ടുണ്ടോ? ഒരു അത്യാവശ്യം സ്ഥലത്ത് പോകാനുണ്ട്. വേമ്പാ ഹലോ ബിജു ചേട്ടാ, നമസ്കാരം. എന്താടാ? നമ്മുടെ ആ ലോട്ടറി ബാബുച്ചേട്ടനില്ലേ, ആ ബാബുച്ചേട്ടൻ്റെ സാധാരണ ലോട്ടറി മാത്രം മോഷ്ടിക്കാറ്. ഇന്നലെ വൈകുന്നേരം പുള്ളിയുടെ 6000 രൂപ അടങ്ങണ ആ പേഴ്സും ലോട്ടറി അടക്കം എടുത്തുണ്ടായിരിക്കുന്നു. ഇതിപ്പോ ഒരുപാട് തവണയല്ല പാവത്തിന്റെ ലോട്ടറിയും പൈസ ആൾക്കാർ മോഷ്ടിക്കണത്. ഏത് ദുഷ്ടനാണിത്? ഈ വകത്താരം ചെയ്യണത് ഭയങ്കര കഷ്ടമാണ് ആ പാവത്തിന്. ഒന്നാമത്തെ ആ പാവത്തിന് കണ്ണും കണ്ടുകൂടാ. ആ പാവത്തിനൊക്കെ പറ്റിക്കണം. ഞാനത് പറയാൻ വേണ്ടി വിളിച്ചു. ചേട്ടൻ ഇങ്ങോട്ട് വരണ്ട? ഞാൻ അങ്ങോട്ട് വരാടാ. ശരി ഓക്കെ. ഒന്ന് വാടിങ്ങള് എത്ര നേരമായി നോക്കിക്കണേ. ഫോണിലാണ് എന്റെ കണ്ണ്. നീ ആ ഫോൺ എടുത്ത വീട്ടിൽ വെച്ച വന്ന അത്യാവശ്യം കാര്യമുണ്ട്. ഒരുപാട് നേരം നടത്താൻ. എടാ ഞാൻ പോരാട്ടാ. ഞാൻ സാമാനം എടുത്ത് വെക്കടാ. ചേട്ടൻ എത്രയാണ് ചേട്ടാ? 50 രൂപ. എന്നാലും ആരായിരിക്കും ബാബുച്ചേട്ടൻ ഈ ലോട്ടറിയും പൈസ ഒക്കെ എടുത്തുകൊണ്ടോണത്? ഇപ്പം എത്ര തവണ ഈ ലോട്ടറിയും പൈസ ഒക്കെ എടുത്തുകൊണ്ടോണത്? ഇതിന് 50 രൂപ. നമ്മുടെ ബാബുച്ചേട്ടൻ മനുണ്ടല്ല. ആരാടാ പുള്ളിയുടെ ലോട്ടറി ഒക്കെ മോഷ്ടിക്കണത്? ബാബുച്ചേട്ടൻ എന്നെ മനസ്സിലായല്ലേ? വിജുവിനെനിക്ക് മനസ്സിലാകാതിരിക്കുവോ? ബാബുച്ചേട്ടാ ലോട്ടറി എടുത്തുകൊണ്ട് ആളെ കിട്ടിയാ? മോനെ ചേട്ടി ഇത് ആരാണ് ഈ പണി ചെയ്യണത്? ആരാണെന്ന് അറിയില്ല മോനെ. ഇപ്പൊ ഒരുപാട് തവണയിൽ ഈ ലോട്ടറി പോയി, ഇപ്പൊ ഇന്ന് പേഴ്സും പോയി. ഇത് ശ്രദ്ധിക്കണ്ടേ? ഇത് ചേട്ടൻ ഇത് എന്ത് ചെയ്യാനാണിത്? ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ടാവല്ലോ. നഷ്ടം വന്നു മോനെ. നമുക്ക് ആളെ പിടിക്കണ്ടേ? ആളെ പിടിക്കണം. അത് 2 ദിവസത്തിനുള്ളിൽ നമുക്ക് അത് പിടിക്കാത്. ഞങ്ങളത് നോക്കട്ടെ കേട്ടാ. ചേട്ടന് എത്ര ടിക്കറ്റ് ഉണ്ട്? 10-30 ടിക്കറ്റ് ഉണ്ടാവും മോനെ. കാര്യം ശരി, 20 ടിക്കറ്റ് ഇവിടെ മാറ്റി വെച്ചോ, ഞാൻ എടുത്തോളാം. ബാക്കി ടിക്കറ്റ് ആട്ടേ ചേട്ടൻ ആ വളവിൽ ഇരുന്നല്ല ടിക്കറ്റ് വെക്കണത്. അവിടെ പോയിരുന്നോ? അവിടെ ഇരുന്ന് ഒരു 10-15 മിനിറ്റ് ഇരുന്നാൽ മതി. ബാക്കി നമുക്ക് നോക്കാം കേട്ടാ. നമുക്ക് ആളെ നമുക്ക് എന്തായാലും ഒന്ന് പിടിക്കണം കേട്ടാ. ശരി എങ്കിൽ പൊക്കോ. പോയിക്കോട്ടെ. പോയിക്കോ. ഇന്നൊരു പരിഹാരം ഉണ്ടാക്കാട്ടാ. എടാ പോത്തെ, ഞാൻ പോണോന്ന് എടുത്ത് വെച്ചേ. നിന്നോട് എനിക്കൊരു കാര്യം പറയാണ്ട് എടുത്ത് വെച്ചത്. എടുത്ത് അവിടെ മാറ്റി അങ്ങോട്ട്. എന്താ ചേട്ടത്? ഡാ നീ ആ ബാബുച്ചേട്ടന് ചോറുണ്ട കൊടുക്കണ്ട. ഞാൻ ഇന്നലെ ഇവിടെ കൊണ്ട് കൊടുത്തല്ലോ. ഡാ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയുന്ന പോലെ ചെയ്യോ നീ? ചേട്ടാ എന്താണ് കാര്യം എന്ന് പറയാ, ഞാൻ ചെയ്യാന്ന്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ 2 മാസം നെറ്റ് ഫ്രീ ആയിട്ട് ഞാൻ ചാർജ് ചെയ്ത് തരും. ഡാ നിനക്കറിയാലോ നമ്മുടെ ബാബുച്ചേട്ടൻ്റെ അവസ്ഥ. ഒത്തിരി തവണ ഈ പുള്ളിയുടെ കയ്യിൽ നിന്ന് ലോട്ടറിയും അതും ഇതൊക്കെ ഇട്ട് മോഷണം പോണത്. ഇന്നലെ ആരോ ബാഗും മോഷ്ടിച്ച് ലോട്ടറിയും എടുത്തുകൊണ്ടിട്ടുണ്ട്. വളരെ ദയനീയ അവസ്ഥയാണ് പുള്ളിയുടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണ പോലെ നീ ചെയ്യണം. വേറെ ഒന്നുമല്ല, പുള്ളിയുടെ ഈ സാധനങ്ങൾ മോഷ്ടിക്കണ ആരാണെന്ന് നീ എവിടെയെങ്കിലും നിന്ന് മൊബൈലിൽ പകർത്തണം. അത് പുള്ളി വിൽക്കണ സ്ഥലം നിനക്കറിയാലോ. അവിടെ എവിടെയെങ്കിലും മാറി നിന്ന് ഇത് പിടിക്കണം. പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവനെ പൂട്ടാൻ പറ്റും. നീ അത് എങ്ങനെയെങ്കിലും ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ നെറ്റല്ല എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. അത് ഞാൻ എത്തി. ലോട്ടറി നോക്കട്ടെ. വേണ്ട.
എടാ ബിജു നീ എവിടെ എത്തി? എന്നാ ഇങ്ങനെ വേമ്പാ. എന്തായി ഇന്നലെ പറഞ്ഞ കേസ്? ബാബുച്ചേട്ടൻ്റെ ലോട്ടറി എടുത്തില്ലേ, ആളുടെ വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഞാൻ നോക്കിയാൽ നിനക്കൊല്ല പരിചയം ഉണ്ടാകും. എടാ ഇവൻ അവിടെ ഡ്രൈവർ അല്ലേ? എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ഇവൻ എൻ്റെ വീട്ടിലേ വണ്ടി വാടകയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ കണ്ടാലറിയാലോ? കണ്ടാലറിയാവനാ, എനിക്കറിയാം. ഇന്നലെ ബാഗ് മോഷ്ടിച്ചിട്ടുണ്ടായി, കുറച്ച് പൈസ ഉണ്ടായി അതിൽ. ആ അങ്ങനെയാണെങ്കിൽ അവനെ പൂട്ടാലോ നമുക്ക്. അത് നീ ഒന്ന് വന്നോട്ടെ. ആ എടാ അമ്മ വിളിക്കണ്ട. ചേട്ടാ അമ്മ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോയിട്ട് വരാം. നിങ്ങൾ ബാക്കി കാര്യങ്ങളില്ലേ? പോട്ടോ ഓക്കെ. ബാബുച്ചേട്ടൻ്റെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണ്. ഇന്നലെ പുള്ളിയുടെ ബാഗും ആരോ മോഷ്ടിച്ചിട്ടുണ്ടായി, അതിൽ കുറച്ച് പൈസ വേണ്ടായിരുന്നു. എൻ്റെ ബിജു നീ ഒന്ന് അടങ്ങ്, തീരുമാനം നമുക്കിപ്പോൾ ഉണ്ടാക്കാം. അതെ വണ്ടി വരണ വാടക വേണമല്ല, എന്നത്തേക്കാണ്? നാളെ തന്നെ വേണം അത്യാവശ്യം. ഞാൻ ഒരു സെക്കൻഡ്. ഇവൻ തന്നെയല്ലേ അവൻ? ഇവൻ തന്നെയാണെന്ന് ആ വീഡിയോ കണ്ടില്ലേ? എന്നാ വാ തീരുമാനം ഉണ്ടാക്കാം. എടാ ജയ്സ വിട്, അവനോടൊരു കാര്യം പറയാനുണ്ട്. എടാ നീയല്ലേടാ ബാബുച്ചേട്ടൻ ലോട്ടറിയും പൈസ സ്ഥിരോട്ട് മോഷ്ടിക്കണേ? ഞാൻ എടുത്തിട്ടില്ല. നീ എടുത്തിട്ടില്ലേ? നീ നോണ പറയണ? ഞാൻ എടുത്തിട്ടില്ല ചേട്ടാ. പിന്നെ ആരുടെ അടുത്ത്? നിന്റെ അമ്മ വീഡിയോ ഇപ്പോഴും കൂടി ജയ്സനെ കാണിച്ചോളൂ. ഞാൻ എടുത്തില്ല. നീ ഈ ഡ്രസ്സും ഇതും ഇട്ടുകൊണ്ടാണ് നീ കാക്കാൻ നടക്കണത്. എടാ നീ ഒരു മനുഷ്യനാണടാ, അയാൾക്ക് കണ്ണ് കണ്ടൂടാ. അയാളുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കി നടത്താൻ ഈ നാട്ടുകാരെല്ലാരും കൂടിയാണ്. ഞാനത് എന്ത് ഞാനത്? നിനക്ക് നല്ല തൊണ്ടെന്നാണ് നീണ്ടല്ല പണി എടുത്തിന്നൂടാ. ചെകിളടിച്ച് വിളിക്കണം. നീ ഞങ്ങളുടെ നാട്ടിൽ വന്ന് വേഷം കെട്ടെടുക്കണം. അപ്പൊ നീ ഈ ടിപ്പർ കേസിന് അറിഞ്ഞൂടെ നിനക്ക്?